ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മൾ ഇന്ന് ദുബായ് മൊത്തം ഒന്ന് കാണാൻ വേണ്ടിയിട്ട് ഇറങ്ങിയിരിക്കുകയാണ് കേട്ടോ. രാവിലെ ഒന്നും ഇവിടെ പുറത്തിറങ്ങുന്നതിനെ പറ്റി ഇപ്പോൾ ചിന്തിക്കാൻ പോലും പറ്റത്തില്ല, കാരണം അതുപോലത്തെ ചൂടാണ്. അപ്പോൾ നമ്മൾ വൈകുന്നേരം ഒരു 4 മണിയൊക്കെ സമയമായപ്പോഴേ ഇറങ്ങിയത്. പിള്ളേർ വരുന്നില്ല കേട്ടോ, അവർക്ക് എക്സാം ആയതുകൊണ്ട് അവർ നമ്മുടെ കൂടെ വരുന്നില്ല. അങ്ങനെ നമ്മൾ ലിഫ്റ്റിലൊക്കെ കയറി താഴേക്ക് വന്ന് നേരെ ഇനി ദുബായ്ക്ക് പോവാണ്. നമ്മളിപ്പോൾ നിൽക്കുന്നത് ഷാർജയിലാണ് കേട്ടോ. ചേച്ചിയുടെയൊക്കെ ഫ്ലാറ്റിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ചേച്ചിയുടെയൊക്കെ ഫ്ലാറ്റ് ഷാർജയിലാണ് വരുന്നത്. അവിടെ നിന്ന് നമുക്ക് ഏകദേശം ഒരു 20 മിനിറ്റോളം ട്രാവലുണ്ട് ദുബായ്ക്ക്. അപ്പോൾ നമുക്ക് നേരെ ഇനി ദുബായ്ക്ക് പോവാം. നമ്മൾ ഇന്നലെ ഈ മുന്നിൽ കാണുന്ന കോർണിഷിലായിരുന്നു കേട്ടോ വന്നത്. രാത്രിയിൽ കാണാൻ നല്ല അടിപൊളിയായിരുന്നു. പകൽ സമയത്തൊന്നും അവിടെ നിന്ന് ആരും പോകാറില്ല കേട്ടോ, കാരണം നല്ല അടിപൊളി ചൂടാണ്. പുറകിൽ നമ്മൾ ഇന്നലെ കണ്ട ആ ഒരു ലേക്ക് പോലത്തെ കടലിൽ നിന്ന് വെള്ളം കയറുന്ന ഒരു പാസേജും കാര്യങ്ങളൊക്കെ ഇല്ലേ, അപ്പോൾ അതിൻ്റെയൊക്കെ വ്ളോഗ് ഞാൻ ഇന്നലെ ഇട്ടിട്ടുണ്ട്. അപ്പം പ്രീവിയസ് വ്ളോഗ് ചെക്ക് ചെയ്താൽ മതി. നമ്മൾ ഈ വ്ളോഗ് എടുക്കുന്നത് ഈദിൻ്റെ അന്നാണ് കേട്ടോ. നാട്ടിൽ നാളെ ശനിയാഴ്ചയാണ് ഈദ് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഈ വൈകുന്നേരം, അല്ലെങ്കിലും വൈകുന്നേരമൊക്കെ ദുബായിൽ ഭയങ്കര തിരക്കാണ്. ദുബായിൽ എപ്പോഴും ഫുൾ ട്രാഫിക്കും കാര്യങ്ങളും ഒക്കെയാണ്. നമ്മുടെ അബുദാബി പോലെയോ അല്ലെങ്കിൽ റോയ്സ് പോലെയൊന്നും അല്ല, എപ്പോഴും ഫുൾ തിരക്കാണ്. അപ്പോൾ ഇന്ന് അവധിയും കൂടെ ആയതുകൊണ്ട് ഭയങ്കര തിരക്കും ട്രാഫിക്കും കാര്യങ്ങളും ഒക്കെ വരുന്നുണ്ട്. പിന്നെ ഈ പോകുന്ന വഴിക്കെല്ലാം ഈദിൻ്റെ വിഷസും കാര്യങ്ങളും ഒക്കെ ഇങ്ങനെ സ്ക്രീനിൽ പ്ലേ ചെയ്യുന്നുണ്ട് കേട്ടോ. ഷാർജ എയർപോർട്ടാണ് കേട്ടോ ഈ കാണുന്നത്. നമുക്ക് കറക്റ്റായിട്ട് ഫ്ലൈറ്റ് കാണാൻ പറ്റുന്നില്ല. ഫ്ലൈറ്റിലെ ടെയിൽ ഭാഗം മാത്രമേ ഇങ്ങനെ പൊങ്ങി നിൽക്കുന്നത് കാണാൻ പറ്റത്തുള്ളൂ. അപ്പോൾ പൊങ്ങി നിൽക്കുന്നത് കാണുമ്പോൾ തന്നെ അറിയാം നമുക്ക് ഏത് ഫ്ലൈറ്റ് ആണെന്ന്. എമിറേറ്റ്സിൻ്റെ ഫ്ലൈറ്റ് ആണ് കേട്ടോ. ഇത് ഷാർജ സിറ്റി സെൻറ്റർ ആണ്. അപ്പോൾ എനിക്ക് കുഞ്ഞായിരുന്നപ്പോൾ മുതലുള്ള ഒരു വലിയൊരു ആഗ്രഹം ഉണ്ടായിരുന്നു കേട്ടോ. ആ ആഗ്രഹമാണ് നമ്മുടെ ആ മൂടൽമഞ്ഞ് പോലെ കാണുന്ന ഹ്യൂമിഡിറ്റിയുടെ ഇടയിൽ കൂടെ നമുക്ക് കാണാൻ പറ്റുന്നത്. അത് മറ്റൊന്നുമല്ല, നമ്മുടെ ദുബായിലെ വേൾഡ് ലാർജസ്റ്റ് ബിൽഡിംഗ് ആയിട്ട് ബുർജ് ഖലീഫയാണ്. അപ്പോൾ പുറത്ത് നല്ല ഹ്യൂമിഡിറ്റി ഉണ്ട് കേട്ടോ, അതുകൊണ്ടാണ് ഒരു മൂടൽമഞ്ഞ് പോലെ കാണുന്നത്. നമ്മൾ അങ്ങോട്ടേക്കാണ് പോകുന്നത്. ആദ്യം നമ്മൾ ദുബായ് മോളാണ് കേട്ടോ നമ്മുടെ ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത്. ദുബായ് മോളിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് ബുർജ് ഖലീഫ വരുന്നത്. ഇതിൽ കുറച്ചുകൂടി ക്ലിയർ ആയിട്ട് കാണാൻ തോന്നുന്നു. ഇപ്പോൾ ബുർജ് ഖലീഫ അതിൽ ഏതാണെന്ന് എടുത്തു പറയേണ്ട കാര്യമൊന്നുമില്ല, അതിൽ കാണുമ്പോൾ തന്നെ എല്ലാവർക്കും മനസ്സിലാവും. അപ്പോൾ ഇത് ശോഭ ബിൽഡേഴ്സിൻ്റെ ബിൽഡിങ്ങുകളൊക്കെയാണ് കേട്ടോ. നമ്മുടെ തൃശ്ശൂർ ശോഭ മോളില്ലേ, അവരുടെ ദുബായിലെ ബിൽഡിങ്ങുകളൊക്കെയാണ്. അപ്പോൾ ഇത് ഏകദേശം നമ്മൾ ദുബായ് മോളിനോട് അടുത്ത് കഴിഞ്ഞു. ദുബായ് മോൾ എന്ന് പറയുന്നത് ചെറിയ മോളൊന്നും അല്ല കേട്ടോ, വേൾഡിലെ തന്നെ ലാർജസ്റ്റ് മോളാണ്. ഏകദേശം 12 മില്യൺ സ്ക്വയർ ഫീറ്റിലാണ് കേട്ടോ നമ്മുടെ ദുബായ് മോൾ വരുന്നത്.
നമ്മൾ ദുബായ് മോളിനകത്തോട്ട് എൻ്റർ ചെയ്തു. അപ്പോൾ ബാക്കിൽ കാണുന്നതാണ് നമ്മുടെ ബുർജ് ഖലീഫ. കാറിനകത്തൊന്നും ഇരുന്ന് നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഹൈറ്റ് അല്ല അതിനുള്ളത്. അപ്പോൾ ഈ ഒരു ഹൈറ്റിലൊക്കെ നമുക്ക് വണ്ടിക്കകത്തിരുന്നുകൊണ്ട് ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റത്തുള്ളൂ. അപ്പോൾ ബുർജ് ഖലീഫ കാണണമെന്നൊക്കെ പറയുന്നത് എനിക്ക് തോന്നുന്നു ഒരു 100 പേരെടുത്താൽ അതിൽ 95 പേർക്കും ബുർജ് ഖലീഫ നേരിട്ട് കാണണമെന്നൊക്കെയുള്ള ആഗ്രഹം ഉണ്ടായിരിക്കും. കാരണം എന്താണെന്നറിയില്ല, ചില ആളുകൾക്ക് അങ്ങനെയാണ്. ചില സ്ഥലങ്ങൾ, ചില ഒരു പർട്ടിക്കുലർ ആയിട്ടുള്ള ഒരു സംഭവമൊക്കെ കാണണമെന്ന് കുറേ നാൾ കൊണ്ടുള്ള ആഗ്രഹങ്ങളും കാര്യങ്ങളൊക്കെ കാണും. അങ്ങനെ എൻ്റെ കുട്ടിക്കാലം മുതലുള്ള ഒരു ആഗ്രഹമായിരുന്നു ദുബായിൽ വരണമെന്ന്, ബുർജ് ഖലീഫ കാണണമെന്നൊക്കെ ഉള്ളത്. എന്തായാലും UAE ഒരു മാസത്തിനുള്ളിൽ തന്നെ അത് സാധിച്ചതിൽ വളരെയധികം സന്തോഷമുണ്ട്. അതിന് ശാരചേച്ചിയോടും ഗാജിത്തണ്ണനോടൊക്കെയാണ് കേട്ടോ നമുക്ക് നന്ദി പറയേണ്ടത്. കാരണം അവർ ഷാർജയിലുള്ളത് കൊണ്ടാണ് നമുക്കിപ്പോൾ ഈ ഇതിൻ്റെ അവധിക്കാലും ഇത്രയും പെട്ടെന്ന് ഇവിടെ വരാനും നമുക്ക് ദുബായ് മോളും ബുർജ് ഖലീഫയൊക്കെ കാണാൻ വേണ്ടിയിട്ട് പറ്റിയത്. അങ്ങനെ തന്നെ നമ്മൾ മോളിനകത്തോട്ട് കയറി. നമുക്ക് പാർക്കിംഗ് കറക്റ്റ് ഒരു ഏരിയ പിടി കിട്ടുന്നില്ല കേട്ടോ. അങ്ങനെ നമ്മൾ ദുബായ് മോളിലൊന്ന് റൗണ്ട് അടിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ആദ്യം കയറിയപ്പം ആ ഒരു സൈഡ് പാസ് ചെയ്ത് പോയായിരുന്നു. പിന്നെ നമ്മൾ ഒന്ന് റൗണ്ട് അടിച്ച് കറങ്ങിയാണ് അകത്തേക്ക് വന്നത്. അപ്പോൾ ഇതിന് എനിക്ക് തോന്നുന്നു 7-8 നിലയോളം പാർക്കിംഗ് ഫ്ലോറിൽ മുകളിലായിട്ട് പാർക്കിംഗ് ഉണ്ട്. അപ്പോൾ നമ്മൾ അകത്തേക്ക് കയറി. താഴെയൊന്നും പാർക്കിംഗ് കിട്ടുക എന്നൊക്കെ പറയുന്നത് ഇമ്പോസിബിൾ ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ നമ്മളിത് ഇങ്ങനെ അകത്തോട്ട് കയറി ഇങ്ങനെ ഓരോരോ സ്റ്റെയർ വഴിയുണ്ട്. അവരിങ്ങനെ ഡയറക്ഷൻ പറഞ്ഞു തരും. നമ്മളതുവഴി ഇങ്ങനെ കയറി അവൈലബിലിറ്റി ആ ഒരു ഗ്രീൻ ബോർഡിൽ ഇങ്ങനെ എത്ര പാർക്കിങ്ങിനുള്ള ഇതൊക്കെ ഉണ്ടെന്നൊക്കെ കാണിക്കും. ചിലപ്പോൾ 1-2 ഒക്കെ കാണത്തുള്ളൂ. നമ്മളത് കണ്ട് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കത് ഫൈൻഡ് ചെയ്യാന്നൊക്കെ പറയുന്നത് ഭയങ്കര പാടായിരിക്കും. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇഷ്ടം പോലെ, പ്രത്യേകിച്ച് അവധി ദിവസം ഈദിൻ്റെ അവധിയൊക്കെയാണ്. അപ്പോൾ ഇഷ്ടം പോലെ കാറുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് ഏതാണ്ട് P8 അതായത് 8ാമത്തെ നിലയിൽ എന്തോ ആണ് നമുക്ക് പാർക്കിംഗ് കിട്ടി. നമ്മൾ കുറേ അതിനകത്ത് കിടന്ന് കറങ്ങി. പിന്നെ വലിയ ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. നമ്മളിങ്ങനെ കയറിപ്പോയാൽ മതി. ഇടയ്ക്ക് എവിടെ P5 എന്തോ നമുക്കൊരു പാർക്കിംഗ് കാണിച്ചായിരുന്നു. ഒരു 4 വേക്കൻസി ഉണ്ടെന്ന് നമ്മൾ കാണിച്ച് കയറി. പക്ഷേ നമുക്കത് ഫൈൻഡ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. കാറിങ്ങനെ ഒത്തിരി അട്ടിയടിക്ക് ഇങ്ങനെ കിടക്കുന്നത് കൊണ്ട്. പിന്നെ ചില പാർക്കിങ്ങിലൊക്കെ കയറ്റാനും കുറച്ച് ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. ഈ 8ാമത്തെ നിലയിലാണ് നമുക്ക് പാർക്കിംഗ് കിട്ടിയതെന്ന് പറയുമ്പോൾ നമ്മളൊന്ന് ആലോചിച്ച് നോക്കട്ടെ. ഈ 8 നിലയും ഇത്രയും സ്ക്വയർ ഫീറ്റിൽ ഫുൾ കാർ കിടപ്പുണ്ടെങ്കിൽ ഇതിനകത്ത് ഇപ്പോൾ ഈ ഒരു മോളിൽ ഈ പ്രസന്റ് മൊമെന്റിൽ എത്ര ആൾക്കാർ ആ മോളിനകത്ത് ഉണ്ടായിരിക്കും എന്നൊന്ന് ആലോചിച്ച് നോക്കിയേ. അങ്ങനെ എന്തായാലും നമുക്കിവിടെ പാർക്കിംഗ് കിട്ടി. നമ്മൾ വെളിയിൽ ഇറങ്ങി നേരെ ദുബായ് മോളിലേക്ക് കയറാം. ഇതിവിടുത്തെ പാർക്കിംഗ് ടൈമിൻ്റെ സമയമാണ് കേട്ടോ കാണിക്കുന്നത്. മൺഡേ ടു ട്യൂസ്ഡേ ആണെങ്കിൽ നമുക്ക് 0 to 4 hours ഫ്രീ പാർക്കിംഗ് ഉണ്ട്. പിന്നെ 20-30 ഒക്കെ വെച്ച് ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കും. വീക്കെൻഡ്സിൽ നമുക്ക് 6 മണിക്കൂറുണ്ട് കേട്ടോ ഫ്രീ പാർക്കിംഗ്. അതായത് ഫ്രൈഡേ, സാറ്റർഡേ, സൺഡേ. ഓരോ എമിറേറ്റ്സിലും നമുക്ക് ഓരോ ദിവസമാണ് വരുന്നത്. അതായത് ദുബായിൽ സൺഡേ ആയിരിക്കും ലീവൊക്കെ മിക്കവാറും വരുന്നത്. നമുക്കിവിടെ അബുദാബിയിൽ സാറ്റർഡേ ആണ് കേട്ടോ. അതുപോലെ ഫ്രൈഡേ അവധിയുള്ള കമ്പനികളും ഉണ്ട്. അതുകൊണ്ട് 3 ദിവസം അതായത് ഹോളിഡേയ്സ് ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യുന്നുണ്ട്. നമ്മൾ ഇന്ന് ഫ്രൈഡേ ആണ് ഇവിടെ വന്നിരിക്കുന്നത്. അതുകൊണ്ട് 6 മണിക്കൂർ നമുക്ക് ഫ്രീ പാർക്കിംഗ് ഉണ്ട്. 6 മണിക്കൂർ കഴിയുമ്പോൾ തൊട്ട് ഓരോ 20-30 ഒക്കെ വെച്ചിട്ട് ഓരോ ദിർഹംസ് കയറാൻ തുടങ്ങും. അങ്ങനെ നമുക്ക് ലിഫ്റ്റ് കിട്ടി. കുറച്ച് നേരം നിന്നതിന് ശേഷമാണ് കേട്ടോ ലിഫ്റ്റ് കിട്ടിയത്. അപ്പോൾ നമുക്ക് അത് കയറിയിട്ട് ആദ്യത്തെ നമ്മുടെ ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് ദുബായ് അക്വേറിയമാണ്. അപ്പോൾ നമുക്ക് അക്വേറിയം ലക്ഷ്യമാക്കി നടക്കാം. നമുക്കിവിടെ അത് പരിചയമൊന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മുടെ ഗാജിത്തണ്ണനും അതുപോലെ തന്നെ ചേച്ചിയാണ് കേട്ടോ നമ്മുടെ ഗൈഡ് ചെയ്ത് കൊണ്ടുപോകുന്നത്. കാരണം ദുബായ് മോൾ എന്ന് പറഞ്ഞ് ഞാൻ പറഞ്ഞല്ലോ 12 മില്യൺ സ്ക്വയർ ഫീറ്റിൽ പരന്ന് കിടക്കുന്ന ഒരു മോളാണ്. ഇതിൻ്റെ അകത്ത് വെച്ച് ഒരാളെ കാണാതെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ആളെ കണ്ടുപിടിക്കുക എന്ന് പറയുന്നത് വളരെയധികം കഷ്ടമുള്ളൊരു ജോലിയാണ്. കാരണം കുറഞ്ഞത് ഒരു 1-2 മണിക്കൂറെങ്കിലും എടുക്കും ആ ഒരാളെ കണ്ടുപിടിക്കാൻ. അത് എത്ര വലിയ മനുഷ്യരാണെന്ന് പറഞ്ഞാലും. അതുകൊണ്ട് കൂടുതൽ ഇവിടെ വരുമ്പോൾ കുട്ടികൾ മിസ്സാവാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. കാരണം അവരെ ഫൈൻഡ് ചെയ്യാന്നൊക്കെ പറയുന്നത് ഭയങ്കര പാട് പിടിച്ചൊരു ഏരിയയാണ്. നമുക്കൊരു മനസ്സിലാവും. ഒരു എങ്ങോട്ട് തിരിഞ്ഞാലും ഒരുപോലെ ഇരിക്കും, ഏത് വഴി കയറിയാലും ഒരുപോലെ ഇരിക്കും എന്ന് പറയുന്ന പോലെ ഒരു അന്തവും കുന്തവും ഇല്ലാത്ത പോലാണ് കിടക്കുന്നത്. അപ്പോൾ അക്വേറിയത്തിലേക്കുള്ള വഴിയൊക്കെ ഇങ്ങനെ കാണിക്കുന്നുണ്ട്. അതുകൊണ്ട് ഇവിടെ വരുമ്പോൾ മാക്സിമം കുട്ടികളെയൊക്കെ സൂക്ഷിക്കുക. അപ്പോൾ ഇത് നമ്മുടെ ഒരു ഗ്ലാസ് ബ്രിഡ്ജിനൊക്കെ വെക്കുന്ന പോലെ ഇങ്ങനെ താഴോട്ട് താഴ്ന്നു പോകുന്ന രീതിയിലുള്ളൊരു ഗ്ലാസ് ടൈപ്പ് സംഭവമായിരുന്നു കേട്ടോ കൊടുത്തിരിക്കുന്നത്. പക്ഷേ എല്ലാവരും നല്ല സ്പീഡിൽ നടന്നു പോകുന്നുണ്ട്. ഞാൻ മാത്രമേ ആ ഒരു സംഭവം കണ്ടുള്ളൂ കേട്ടോ. ഞാൻ അവിടെ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞപ്പോഴാണ് ചേച്ചിയൊക്കെ കാണിച്ചത്. അപ്പോഴാണ് അവർ പേടിക്കാതെ കോൺഫിഡൻ്റ് ആയിട്ട് നടക്കുന്നുള്ളപ്പോൾ ഞാൻ വിചാരിച്ചു എനിക്ക് മാത്രമേ പേടിയുള്ളത്. പിന്നെയാണ് സംഭവം മനസ്സിലായി. അവരാരും ആ ഒരു ഗ്ലാസ് ശ്രദ്ധിച്ചില്ലായിരുന്നു.
ഫൈനലി നമ്മൾ ദുബായ് അക്വേറിയത്തിന് മുന്നിൽ എത്തിയിരിക്കുകയാണ്. ഇതൊരു 3-4 നില ഫുൾ അക്വേറിയമാണ് കേട്ടോ. ഈ ഒരു സൈഡ് മുതൽ ഇത് ഗ്രൗണ്ട് ഫ്ലോർ ആണ്. ഇവിടുന്ന് മുകളിലോട്ട് ഇഷ്ടം പോലെ ഫിഷ് ഉണ്ട്. ഒന്നിൻ്റെയും പേര് പറയാൻ എനിക്ക് അറിഞ്ഞുകൂടാ, അതുകൊണ്ട് ഒന്നിൻ്റെയും പേരുകളൊന്നും പറയുന്നില്ല. അപ്പം നിങ്ങൾ എന്നെ കണ്ട് മനസ്സിലാക്കുക. ചില ഫിഷിൻ്റെയൊക്കെ പേരുകളും കാര്യങ്ങളും ഒക്കെ അറിയായിരിക്കും. നമ്മൾ ശരിക്കും ഒരു കടലിൻ്റെ ഒരു ഫീല്, നമ്മൾ ഈ സ്കൂബ ഡൈവിംഗ് ഒക്കെ ചെയ്യില്ല, ആ ഒരു ഫീലാണ് കേട്ടോ നമുക്ക് അവിടെ നിൽക്കുമ്പോൾ. കാരണം ഒരു അക്വേറിയം കാണുന്നൊരു ഇത് വരില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ എല്ലാം നല്ല ക്ലിയർ ആയിട്ട് നമ്മൾ വെളിയിൽ നിന്നത് കാണുമ്പോഴും അകത്ത് നിന്ന്, അതായത് നമ്മൾ ഈ സ്കൂബ ഡൈവിംഗ് ഒക്കെ ചെയ്യില്ല, ആ ഒരു ചെയ്യുന്ന രീതിയിലുള്ളൊരു ഫീലാണ് കേട്ടോ. ഇഷ്ടം പോലെ ഫിഷ് ഉണ്ട്. എനിക്കൊരു ഡൗട്ട് തോന്നി, കാരണം ഇതിനകത്ത് വലിയ ഫിഷും അതുപോലെ തന്നെ ചെറിയ കുഞ്ഞു മീനും എല്ലാം ഒരേ അക്വേറിയത്തിനകത്ത്. അപ്പോൾ ഈ ചെറിയ മീൻ ഇത് തിന്നത്തില്ലെന്ന് ഞാൻ കുറേ ആലോചിച്ചു കേട്ടോ. അതിനെപ്പറ്റി എനിക്കൊന്നും പിടിയിട്ടില്ല. കണ്ടില്ലേ, ഉപ്പിരിക്കാണ്ടി മീനുകളൊക്കെയാണ് ഇത്. അതുപോലെ തന്നെ അതിൻ്റെ കൂടെ തന്നെ വലിയ ഈ ഷാർക്ക് പോലത്തെ വലിയ ഐറ്റംസ് ഒക്കെ അതിനകത്തൊക്കെ കിടക്കുന്നു. അതൊക്കെ എന്നെ തിന്നത്തില്ലേ, എന്തോ ആ സംഭവം ഒന്നും അറിഞ്ഞൂടാ. പിന്നെ കുറേ വെറൈറ്റി മീനുകളൊക്കെ ഉണ്ട് കേട്ടോ. ഇങ്ങനെ പറന്ന് പോകുന്ന പോലത്തെ കുറേ മീൻ, അത് കുറച്ച് മുകളിൽ ചെന്ന് കഴിയുമ്പോഴാണ് കേട്ടോ അതൊരു പറക്കുന്ന ടൈപ്പ് ഒരു മീനുണ്ട്, അതിനെ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ അതെ അക്വേറിയം, ഇതൊക്കെ വലിയ മീനാണ് കേട്ടോ. ഇതൊന്ന് വാ പൊളിച്ച് കഴിഞ്ഞാൽ ആ കുഞ്ഞു മീനൊക്കെ അതിനകത്ത് കയറിപ്പോവും. എന്താണോ എന്തോ. താഴെ നിന്ന് കുറേ ആസ്വദിച്ചതിന് ശേഷം നമ്മൾ എസ്കലേറ്റർ കയറി മുകളിലേക്ക് പോവാണ് കേട്ടോ. ഇത് ഒരു 3-4 ഫ്ലോർ ഫുള്ളുണ്ട്. ഓരോ ഇതിലും വ്യത്യസ്തമായ മീനുകളൊക്കെയാണ് കേട്ടോ. ഇവിടെ വന്നു കഴിയുമ്പോൾ പറക്കുന്ന മീനെ കാണാൻ പറ്റും. ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇത് നമ്മുടെ ഒരു സീഡി മീൻ്റെ ഒക്കെ കൂട്ടിയിരിക്കുന്നു. സീഡി മീൻ എന്നൊക്കെ പറഞ്ഞ് ഞാൻ അതിനെ അപമാനിക്കുന്നില്ല. സീഡി മീനൊക്കെ നമ്മുടെ പാവം, നമ്മുടെ മലയാളികളുടെ മീൻ. അപ്പോൾ അത് ഈ ഒരു സംഭവമില്ല, ഇതിങ്ങനെ പറക്കും കേട്ടോ. ഈ വെള്ളത്തിൻ്റെ അടുത്തോട്ട് ഇങ്ങനെ പറക്കുന്ന പോലെ കാണിക്കും. അപ്പോൾ നമുക്ക് കാണാം അത് കേട്ടോ.
അങ്ങനെ അവിടുന്ന് നമ്മൾ അടുത്ത ഫ്ലോറിലേക്ക് പോവാണ് കേട്ടോ. ഇതിനകത്ത് ഈ ദുബായ് അക്വേറിയത്തിനകത്ത് തന്നെ സ്കൂബ ഡൈവിങ് സംഭവങ്ങളൊക്കെ ചെയ്യാനുള്ള ഫെസിലിറ്റീസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ഏരിയയിലേക്കാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ ഈ ഒരു ഏരിയയിലാണ് കേട്ടോ നമ്മൾ സ്കൂബ ഡൈവിങ് സംഭവങ്ങളൊക്കെ ഉള്ളത്. അതുകൊണ്ട് തന്നെ ഇവിടെ വെള്ളം കുറച്ച് ഒരു കലങ്ങി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വൃത്തിയായിട്ട രീതിയിലല്ല, അവരത് ചെയ്യുന്നതിൻ്റെതായ ഒരു കലക്കവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ സ്കൂബ ഡൈവിംഗ് ഒക്കെ ആരൊക്കെ ചെയ്തുകൊണ്ടൊക്കെ ഇരിക്കുകയാണ്. അതിന് ഇൻസ്ട്രക്ടറും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. നമ്മുടെ ലക്ഷദ്വീപിലൊക്കെയാണെന്ന് തോന്നുന്നു കൂടുതൽ ഇതിൻ്റെ ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ ആഗ്രഹങ്ങളുടെ ലിസ്റ്റിലുള്ള ഒരു കാര്യമാണത്. നമുക്ക് ലക്ഷദ്വീപിലൊക്കെ ചെയ്യുന്നത് ഒറിജിനൽ കടലിലൊരു സ്കൂബ ഡൈവിംഗ് ഒക്കെ ചെയ്യണം എന്നൊക്കെ ആഗ്രഹമുണ്ട്. നമുക്ക് നോക്കാം ഭാവിയിൽ എന്തെങ്കിലുമൊക്കെ നടക്കുമോയെന്ന്. അങ്ങനെ അവരത് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ അപ്പുറത്ത്, അതായത് ഇതിപ്പോൾ ഓൾറെഡി ചെയ്തുകൊണ്ടിരിക്കുന്നവരാണ്. അപ്പോൾ അതിൻ്റെ എങ്ങനെയാണ് സംഭവങ്ങളും കാര്യങ്ങളൊക്കെ ചെയ്യുന്നതെന്ന് ഇപ്പുറത്തെ ഒരു പുതിയ ടീമാണെങ്കിൽ ഇതിലേക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇവിടെ ഇതിന് ഭയങ്കര റേറ്റും കാര്യങ്ങളൊക്കെ ആണെന്ന് തോന്നുന്നു. പൊതുവേ ഇവിടെ ഇപ്പോൾ ടൂറിസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിലൊക്കെ പൊതുവേ കാര്യങ്ങൾക്കൊക്കെ ടിക്കറ്റ് ചാർജും കാര്യങ്ങളൊക്കെ കൂടുതലാണ്. അപ്പോൾ നമുക്ക് ഇപ്പുറത്തോട്ട് വന്നു കഴിയുമ്പോൾ അതിൻ്റെ ആ ഒരു സംഭവങ്ങളും കാര്യങ്ങളൊക്കെ കാണാം. അപ്പോൾ ഇതുപോലൊരു ഗ്രില്ലിനകത്ത് നിർത്തിയിട്ടാണ് കേട്ടോ അത് ഇൻസ്ട്രക്ടർ അതിൻ്റെ ഇൻസ്ട്രക്ഷനും കാര്യങ്ങളൊക്കെ കൊടുത്ത് അതുപോലെ ഗ്രില്ലിങ്ങനെ പൊക്കി പോകുമ്പം അതിനകത്തുനിന്ന് താഴേക്ക് അവർ ഡൈവ് ചെയ്ത് ഇറങ്ങുകയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് കാണാം. കുറച്ച് നേരം നമ്മൾ അവിടെ നിന്ന് അതിൻ്റെ കാഴ്ചകളും കാര്യങ്ങളൊക്കെ കണ്ട് ഒരുപാട് നേരം നമുക്ക് അവിടെ നിന്ന് ടൈം കളയാനില്ലാത്തതുകൊണ്ട് നമ്മൾ അവിടെ നിന്ന് അടുത്ത ഡെസ്റ്റിനേഷനെ ലക്ഷ്യമാക്കി നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അന്തവും കുന്തവും ഇല്ലാതെ കിടക്കുന്ന ദുബായ് മോളിൽ എന്ത് കാണണം, എവിടെ കാണണം എന്നൊന്നും നമുക്ക് കൃത്യമായിട്ടുള്ള ഒരു ലക്ഷ്യമൊന്നുമില്ല. എന്തായാലും ബുർജ് ഖലീഫ കാണണം എന്നുള്ളത് ആണ് നമ്മുടെ അത്. കാരണം ബുർജ് ഖലീഫയിലോട്ട് പോകുന്നത് ദുബായ് മോളിനകത്തോട് കൂടിയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ അടുത്തതായിട്ട് വാട്ടർഫോൾ, അതായത് ദുബായിലെ വാട്ടർഫോൾ കാണാൻ വേണ്ടിയിട്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ ഫ്രണ്ടിൽ കാണുന്നതാണ് കേട്ടോ. ഇത് ഒരു 3-4 നിലയിലുണ്ട്. അപ്പോൾ ഏത് നിലയിൽ നിന്ന് കഴിഞ്ഞാലാണ് ഇത് കറക്റ്റായിട്ട് കാണാൻ പറ്റുന്നതെന്ന് ചേട്ടനും കൂടെ നോക്കാൻ വേണ്ടിയിട്ട് പോയിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഇങ്ങോട്ട് വന്നിട്ട് ഇവിടെ നിന്നിട്ട് ഒന്ന് കാണാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇത് 2nd ഫ്ലോറാണ് കേട്ടോ. മുകളിൽ പോയി കഴിഞ്ഞാൽ ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുമോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട് ചേച്ചിയും ചേട്ടനും കൂടെ മുകളിലോട്ട് പോയിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അവിടെ നിന്ന് കഴിഞ്ഞാൽ ചെറിയൊരു പോർഷൻ മാത്രമേ കാണാൻ പറ്റത്തുള്ളൂ. ഏറ്റവും അടിപൊളിയായിട്ട് കാണാൻ പറ്റുന്നത് ഗ്രൗണ്ട് ഫ്ലോർ നിൽക്കുമ്പോൾ തന്നെയാണ് കേട്ടോ. അങ്ങനെ ഇതേ കണ്ടില്ലേ, അടിപൊളി വെള്ളത്തിലേക്ക് ഇങ്ങനെ കുറേ പേര് ഇങ്ങനെ ഡൈവ് ചെയ്തിറങ്ങുന്ന പോലത്തെ ഒരു അടിപൊളി. അവിടെ നിൽക്കുമ്പോൾ അതിൻ്റെ ഒരു സൗണ്ട് എഫക്റ്റും കാര്യങ്ങളും എല്ലാം കൂടെ കിഡിലനാണ് കേട്ടോ.
ചേച്ചിയും ചേട്ടനും കൂടെ ഉണ്ടായിരുന്നതുകൊണ്ട് നമുക്ക് വീഡിയോ ഒക്കെ എടുക്കാൻ ഭയങ്കര ഹെൽപ്ഫുൾ ആയിരുന്നു കേട്ടോ. കാരണം വെച്ച് കഴിഞ്ഞാൽ ചില ആളുകളോട് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ അവർക്കൊരു ബുദ്ധിമുട്ടായിരിക്കും, ഒന്ന് എടുത്ത് തരുമോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും കേട്ടോ. പക്ഷേ ഭയങ്കര ഹെൽപ്ഫുൾ ആയിരുന്നു ചേച്ചിയും ചേട്ടനും. കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മളോട് ഇങ്ങോട്ട് ചോദിക്കുമായിരുന്നു വീഡിയോ എടുത്ത് തരണം. നമ്മളെക്കാൾ ഒരു ഉത്സാഹമായിരുന്നു അവർക്ക് നമ്മൾ വീഡിയോ എടുക്കുന്നതും കാര്യങ്ങളും ഒക്കെ. അങ്ങനെയുള്ള ആളുകളുടെ കൂടെ പോയി കഴിയുമ്പോൾ നമുക്ക് തന്നെ ഒരു പോസിറ്റീവ് ഒരു മൈൻഡ് സെറ്റ് കാണും കേട്ടോ. കാരണം ഫോട്ടോ എടുക്കുക, നമ്മൾ പലയിടത്തും ഇപ്പോൾ പോകുമ്പോൾ ഫോട്ടോ എടുക്കുക, സ്ഥലങ്ങൾ കാണുക, അതൊരു മെമ്മറി ആക്കുക എന്നൊക്കെ ഉള്ളതാണ് നമ്മുടെ ഇപ്പോഴത്തെ ഒരു ഇത്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഒരു മെമ്മറീസ് ആയിട്ട് സൂക്ഷിക്കണം. നമ്മൾ വെറുതെ സ്ഥലങ്ങളിൽ പോയി കാണുക പോരുക എന്നുള്ളതല്ലല്ലോ. നമ്മളതൊരു പിന്നീട് ഒരു കാലത്ത് നമ്മൾ നോക്കുമ്പോൾ നമ്മളവിടെ പോയതിൻ്റെയും കാര്യങ്ങൾ ഫോട്ടോസൊക്കെ കാണുമ്പോൾ, കാരണം പണ്ട് നമ്മൾ പോയിരുന്ന സ്ഥലങ്ങളിലെ ഫോട്ടോസൊക്കെ ഇപ്പോൾ കാണുമ്പോൾ നമുക്കൊരു ഇതില്ലേ, അതുപോലെ ആയിരിക്കും നമ്മളിപ്പോൾ എടുത്ത് ഡോക്യുമെൻ്റ് ചെയ്ത് വെക്കുന്ന ഓരോ കാര്യങ്ങളും ഭാവിയിൽ എപ്പോഴെങ്കിലും ഒരു 10-25 വർഷമൊക്കെ കഴിഞ്ഞ് കാണുമ്പോൾ നമുക്ക് ഇതൊക്കെ കാണുമ്പോൾ ഒരു വല്ലാത്തൊരു ഫീലും കാര്യങ്ങളൊക്കെ ആയിരിക്കും. നമ്മളെവിടെയെങ്കിലും സ്ഥലങ്ങളിൽ കാണാൻ പോകുമ്പോഴും അതുപോലെ തന്നെ ടൂർ പോകുമ്പോഴൊക്കെ മാക്സിമം നമ്മുടെ സെയിം വൈബിൾ ആൾക്കാരുടെ കൂടെ പോകാൻ ശ്രദ്ധിക്കണം കേട്ടോ. അല്ലെങ്കിൽ നമ്മൾ ഒരു പിന്തിരിപ്പൻ ആൾക്കാരുടെ കൂടെ പോയി കഴിഞ്ഞാൽ നമുക്ക് പോയതുപോലും വെറുതെ ആയി പോയി എന്നുള്ളൊരു മൈൻഡ് സെറ്റ് ആയി പോകും. നമ്മൾ സെൽഫായിട്ട് ഒരു വ്ളോഗ് ചെയ്യുന്ന സമയത്ത് നമ്മളെ കൂടുതൽ അതിനകത്ത് കിട്ടണമെങ്കിൽ നമ്മുടെ കൂടെ വരുന്ന ആരെങ്കിലും നമ്മളെ ഒന്ന് ഹെൽപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് സാധിക്കത്തുള്ളൂ. കാരണം സെൽഫിയിൽ കുറേയൊക്കെ എടുത്തെന്ന് പറഞ്ഞാലും ബാക്കിയുള്ള വിഷ്വൽസ്, അതായത് റീൽസൊക്കെ എടുക്കണമെങ്കിൽ നമ്മൾ ആ കൂടെ ആരെങ്കിലുമൊക്കെ ഹെൽപ്പ് ചെയ്താലേ പറ്റത്തുള്ളൂ കേട്ടോ. അപ്പോൾ ആ ഒരു കാര്യത്തിൽ ഗാജിത്തണ്ണന് അതുപോലെ തന്നെ ചർച്ചിച്ചോട് ഒത്തിരി താങ്ക്സ് ഉണ്ട്. കാരണം നമ്മൾ പറയാതെ തന്നെ അവരത് നമ്മളോട് ഇങ്ങോട്ട് ചോദിച്ചെടുത്ത് തരണമെന്നൊക്കെ ചോദിക്കുന്ന ഒത്തിരി താങ്ക്സ് ഉണ്ട്. എത്ര ഇത് പറഞ്ഞാലും മനസ്സിലാകത്തില്ല കേട്ടോ. അതൊക്കെ ഒരു വ്ളോഗ് എടുക്കുന്ന ആൾക്കേ പറഞ്ഞാൽ മനസ്സിലാകത്തുള്ളൂ. എനിക്കാണെങ്കിൽ പേഴ്സണലി, കാരണം വെച്ച് കഴിഞ്ഞാൽ അറിയാം, നമ്മൾ കുറേ ഈ ഒരു 2 വർഷമൊക്കെ ആയിട്ട് വ്ളോഗ് എടുക്കുന്നതുകൊണ്ട് അറിയാം നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നവർ. അങ്ങനെ അധികം ഒന്നും ആൾക്കാരൊന്നും അങ്ങനെ ഒരു ഹെൽപ്പിംഗ് മെൻറ്റാലിറ്റി ഒന്നും കാണിച്ചതായിട്ട് എനിക്ക് എൻ്റെ ഒരു വ്ളോഗിങ് അനുഭവത്തിലില്ല കേട്ടോ. എൻ്റെ അപ്പച്ചിയുടെ മോനുണ്ട് അദ്വൈത്, അവരെന്നെ ഒത്തിരി ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് കേട്ടോ. നാട്ടിലൊക്കെ ആയിരുന്ന സമയത്ത് കൂടുതലും എൻ്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ എടുക്കാൻ ഹെൽപ്പ് ചെയ്തിട്ടുള്ള ഒരാളായിരുന്നു അദ്വൈത്. നമ്മൾ ബുർജ് ഖലീഫ കാണാൻ വേണ്ടിയിട്ട് ഇറങ്ങാൻ വേണ്ടിയിട്ട് തുടങ്ങായിരുന്നു കേട്ടോ. അപ്പോൾ കുറേ നടന്ന് നമ്മൾ കാലൊക്കെ കഴിച്ചു. അപ്പോൾ ഇവിടെ വന്നിരുന്നിട്ട് ഈ ഗ്ലാസ്സിനകത്തോടെ നമുക്ക് വെളിയിലേക്ക് ബുർജ് ഖലീഫ കാണാം. അപ്പോൾ അവിടെ നിന്ന് കാണാനല്ല കേട്ടോ. അപ്പോൾ കുറച്ച് നേരം നമ്മൾ അവിടെ നിന്ന് റെസ്റ്റ് ഒക്കെ ചെയ്തതിന് ശേഷം നമ്മളിത് ബുർജ് ഖലീഫ കാണാൻ വേണ്ടിയിട്ട് പോവാണ്. ഈ ഒരു മൊമെൻറ്റിൽ എൻ്റെ ഒരു സന്തോഷം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു സന്തോഷമാണ് കേട്ടോ. ഒരു ലോകം കീഴടക്കിയ സന്തോഷമായിരുന്നു. ഭയങ്കര എക്സൈറ്റ്മെന്റിലായിരുന്നു. പുറത്ത് നമുക്ക് കാണിക്കാൻ പറ്റില്ല, ഇല്ല ഗ്രഹണി പിടിച്ച പിള്ളേർ ചക്കക്കോട്ട കണ്ടുള്ള ഫീലിംഗ് കാണിക്കാൻ പറ്റത്തില്ലോ. എങ്കിലും നമ്മൾ നല്ല ഗമയിലൊക്കെ നടക്കുന്നുണ്ടെങ്കിലും ഒരു നമ്മുടെ കുട്ടിക്കാലം മുതലുള്ള ഒരു വലിയ സ്വപ്നം സാക്ഷാത്കരിച്ചതിൻ്റെ ഒരു ഭയങ്കര സന്തോഷം ഉണ്ടായിരുന്നു കേട്ടോ. ഭയങ്കര ചുട്ടുപൊള്ളുന്ന വെയിലും കാര്യങ്ങളൊക്കെ ആയിരുന്നു. എങ്കിലും ആ ഒരു ഇവിടെ നിന്ന് നമ്മൾ മുകളിലേക്ക് നോക്കുമ്പോൾ ഒരു വലിയൊരു സ്വപ്നം നടന്നതിൻ്റെ ഒരു സന്തോഷവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. ചില ആൾക്കാർക്ക് ഇപ്പോൾ ഇത് വീഡിയോ കാണുമ്പോൾ തോന്നുമായിരിക്കും അയ്യേ ഇതൊക്കെ കണ്ടതിൽ എന്ത് ഇത്ര വലിയ സന്തോഷിക്കുക എന്നൊക്കെയുള്ള. അത് ചില ആളുകൾ അങ്ങനെയാണ്. ട്രാവലിംഗ് ഇഷ്ടപ്പെടുന്നവർക്ക് അവർക്ക് ചില സ്ഥലങ്ങൾ കാണണമെന്നും ചില ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ എക്സ്പ്ലോർ ചെയ്യണമെന്നൊക്കെ ആഗ്രഹം ഉണ്ടായിരിക്കും. അത് മറ്റുള്ളവർക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. മഞ്ജു വാര്യർ ഏതോ ഒരു സിനിമയിൽ പറയുന്ന പോലെ നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ നമുക്ക് മാത്രമേ അതൊരു വലുതായിട്ട് തോന്നുള്ളൂ, മറ്റുള്ളവർക്ക് അതൊക്കെ ഒരു തമാശയായി തോന്നുമെന്ന് പറയുന്ന പോലെ ആയിരിക്കും. എന്തായാലും വലുതായി നമ്മൾ വന്ന വഴിക്കും കഴിഞ്ഞ ദിവസം ബസ്സിൽ വന്നപ്പോഴൊക്കെ ബുർജ് ഖലീഫ കണ്ടെന്ന് പറഞ്ഞാൽ പോലും അതിൻ്റെ മുന്നിൽ ചെന്ന് നിന്ന് അതൊന്ന് കാണുമ്പോൾ ഒരു ഫീൽ എന്ന് പറയുന്നത് വലുതാണ് കേട്ടോ. നമ്മളത് അനുഭവിച്ചാലേ മനസ്സിലാകത്തുള്ളൂ. ലോകത്തിലെ ഏറ്റവും വലിയ ബിൽഡിങ്ങിൻ്റെ മുന്നിൽ ചെന്ന് നിൽക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു സന്തോഷം എന്ന് പറയുന്നത് അത് വളരെ വലുത് തന്നെയാണ്. അതിനെനിക്ക് ഏറ്റവും അധികം താങ്ക്സ് പറയാനുള്ളത് എൻ്റെ ഡിയറസ്റ്റ് ഹസ്ബൻഡ് ദീപക്കേട്ടനോട് തന്നെയാണ് കേട്ടോ. കാരണം വെച്ച് കഴിഞ്ഞാൽ ചേട്ടൻ ദുബായിൽ, അതായത് UAE വർക്ക് ചെയ്യുന്നത് കൊണ്ട് മാത്രമാണ് ഇപ്പോൾ ഈ ഒരു പ്രായത്തിൽ എനിക്കിത് കാണാൻ വേണ്ടിയിട്ട് പറ്റിയത്. അല്ലാതെ നമ്മൾ ഓണായിട്ട് പോകാനൊക്കെ തന്നെത്താൻ എന്താ പോകാൻ പറ്റത്തില്ലേ, കാണാൻ പറ്റത്തില്ല എന്നൊക്കെ ചോദിച്ചാൽ കാണാൻ പറ്റും. പക്ഷേ ഇപ്പം ഞാൻ കണ്ടതിന് റീസൺ എന്ന് പറയുന്നത് ചേട്ടനോട് വർക്ക് ചെയ്യുന്നത് കൊണ്ടാണ്. അങ്ങനെ ഏറ്റവും വലിയൊരു സ്വപ്നം സാക്ഷാത്കരിച്ചു. ബുർജ് ഖലീഫയുടെ ഫ്രണ്ടിൽ വന്നു. നല്ല ചുട്ടുപൊള്ളുന്ന വെയിലും ഹ്യൂമിഡിറ്റി ഒക്കെയാണ് കേട്ടോ. നമ്മൾ മുകളിലോട്ട് നോക്കുമ്പോൾ നമ്മുടെ കണ്ണ് മഞ്ചും. എങ്കിലും എത്ര കഷ്ടപ്പെട്ടാലും ഞാൻ അവിടെ നിന്ന് മുകളിലേക്ക് നോക്കി കേട്ടോ. കാരണം അതിൻ്റെ ആ ഒരു ഓഫ് ആകും കാണണമെന്നുള്ളത് എൻ്റെ ഒരു വാശി തന്നെയായിരുന്നു. അതുകൊണ്ട് എത്ര കണ്ണ് മഞ്ചാലും ഞാൻ നോക്കിക്കൊണ്ടേ നിന്നു. അന്ന് നീ കണ്ണു തുറക്കുമ്പോൾ നീ നിന്റെ മുന്നിലെ വെളിച്ചം കാണും, പടുകൂറ്റൻ കെട്ടിടങ്ങൾ കാണും, സാധ്യതകളുടെ ഒരു വലിയ നഗരം നീ കാണും. പണിയെടുക്കുന്നവന്റെ പടച്ചോനായ ദുബായിയെ നീ കാണും.
അങ്ങനെ എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹങ്ങളിൽ ഒന്ന് നടന്നു. അപ്പോൾ എൻ്റെ ഡ്രീംസ് ഒക്കെ അൺലിമിറ്റഡ് ആയതുകൊണ്ട് ഇനിയും ഒരുപാട് സ്വപ്നങ്ങളൊക്കെ ഉണ്ട്, ഇനിയും ഒരുപാട് കാര്യങ്ങൾ കാണണമെന്നൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് വഴിയെ കാണാം. അപ്പോൾ നീ ഫോട്ടോ എടുത്തുകൊണ്ടിരുന്നപ്പോഴാണ് കേട്ടോ ഒരാൾ വന്ന് നല്ല അടിപൊളിയായിട്ട് പോസ് ചെയ്ത് കുറച്ച് നേരം അവിടെ നിന്ന് കേട്ടോ. അപ്പോൾ പുള്ളിയെ ഫോട്ടോ എടുക്കാതെ വിടുന്നത് മോശമല്ലേ. അപ്പോൾ കുറച്ച് നേരം പുള്ളി എനിക്ക് പോസ് ചെയ്തൊക്കെ തന്നു. അത് കഴിഞ്ഞപ്പോൾ ഇത്രയും മതി എന്ന് പറഞ്ഞുള്ള ഭാഗത്തിൽ പുള്ളി പറന്നുപോയി കേട്ടോ. കുറേ നേരം ലോകാത്ഭുതത്തിന് നോക്കി നിന്ന് കാല് കഴിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അവിടെ ഇരിക്കാൻ വേണ്ടി ഇങ്ങനെ നമ്മുടെ ഒരു ബെഞ്ച് പോലെ സ്റ്റോൺ ബെഞ്ച് പോലത്തെ ഒരു സംഭവം ഉണ്ട്. അപ്പോൾ അവിടെ പോയി ഇരുന്ന് നമ്മുടെ ക്യാമറയിൽ കൂടെ ബാക്കിലേക്ക് നോക്കി സംഭവം ഒന്ന് കാണാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മളെല്ലാം കൂടെ അവിടെ ഇരിക്കുകയാണ് കേട്ടോ. കുറേ ദുബായ് മോളിനകത്ത് നടന്നും അതുപോലെ തന്നെ ഇവിടെ നിന്നും കുറേ കാല് കഴിച്ചു കേട്ടോ. പുറത്തിരിക്കുമ്പോൾ നല്ല ചൂടും കാര്യങ്ങളൊക്കെ ഉണ്ട്, മോളിനകത്തിരിക്കുന്ന പോലല്ല. എന്നാലും എന്ത് ചെയ്യും, നമ്മളെല്ലാം കൂടി ഒരു സെൽഫിയൊക്കെ എടുക്കാമെന്ന് വിചാരിച്ചു അവിടെ നിന്നൊരു സെൽഫിയും കാര്യങ്ങളൊക്കെ എടുത്തു. അപ്പം നമ്മുടെ റീൽസിന് വേണ്ടിയിട്ടുള്ള കുറേ കാര്യങ്ങളും ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഇങ്ങനെ എടുത്തുകൊണ്ടൊക്കെ ഇരിക്കുകയാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ബുർജ് ഖലീഫ. ബുർജ് ഖലീഫയുടെ സ്പെഷ്യാലിറ്റി ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമൊന്നുമില്ല, എന്നാലും പറയാം. 828 മീറ്ററിൽ 2717 സ്ക്വയർ ഫീറ്റിൽ 163 ഫ്ലോറുകളാണ് കേട്ടോ നമ്മുടെ ബുർജ് ഖലീഫയിലുള്ളത്. അത് എല്ലാ ഫ്ലോറുകളിലേക്കും നമുക്ക് കയറാനൊന്നും പറ്റത്തില്ല. അതിൽ വിസിറ്റേഴ്സിനായിട്ട്, അതായത് നമ്മുടെ ടൂറിസ്റ്റുകൾക്കായിട്ട് ഒരു ഫ്ലോർ ഉണ്ട്. അവിടെ ടിക്കറ്റ് എടുത്ത് നമുക്ക് കയറാൻ വേണ്ടി പറ്റും. 179 ദിർഹംസ് ആണ് കേട്ടോ ബുർജ് ഖലീഫയിൽ കയറുന്നതിന്റെ സ്റ്റാർട്ടിംഗ് റേറ്റ് എന്ന് പറയുന്നത്. പിന്നെ ഇതിൽ കൂടുതൽ അപ്പാർട്ട്മെന്റ്സുകളും കാര്യങ്ങളും ഒക്കെ വരുന്നുണ്ട്. നമുക്കറിയാവുന്ന ഫേമസ് ആയിട്ടുള്ള ആൾക്കാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ലാലേട്ടനും അതുപോലെ സച്ചിൻ ടെണ്ടുൽക്കറിനും ഒക്കെ നമ്മുടെ ബുർജ് ഖലീഫയിൽ അപ്പാർട്ട്മെന്റും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അപ്പോൾ അവിടെ നിന്ന് ചൂട് അതികഠിനമായി കൊണ്ടിരിക്കുകയാണ്. അപ്പം നമുക്ക് നേരെ ഇനി ദുബായ് മോളിനകത്തേക്ക് കയറാം. അപ്പോൾ ഇനിയും കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് ദുബായ് മോളിൽ കാണാൻ വേണ്ടിയിട്ടുണ്ട്. അങ്ങനെ നമ്മൾ നേരെ ദുബായ് മോളിലേക്ക് കയറുക. ഈ ഒരു ടൈപ്പ് ഡോറ് പോലത്തെ സംഭവം ഞാൻ സിനിമയിലൊക്കെ കണ്ടിട്ടുള്ളൂ കേട്ടോ. ഇങ്ങനെ നമ്മൾ കയറി നിന്ന് കഴിയുമ്പോൾ ഇങ്ങനെ തിരിഞ്ഞ് നമ്മളെ അകത്തോട്ട് എത്തിക്കുന്ന ഒരു സംഭവം സിനിമയിലൊക്കെ കണ്ടിട്ടുള്ളൂ. നമ്മുടെ നാട്ടിൽ എനിക്ക് മോളുകളിലൊന്നും ഞാനിത് അധികം കണ്ടിട്ടില്ല. എവിടെയെങ്കിലും ഉണ്ടോയെന്ന് അറിഞ്ഞുകൂടാ. ലുലുവിലൊന്നും ഞാൻ കണ്ടിട്ടില്ല, ഉണ്ടോയെന്ന് അറിഞ്ഞുകൂടാ കേട്ടോ. അപ്പോൾ ഇങ്ങനെ തിരിഞ്ഞ് നല്ല രസമായിരുന്നു കേട്ടോ. വന്നു കഴിയുമ്പോൾ നമ്മൾ ഓപ്പോസിറ്റ് സൈഡിലേക്ക് എത്തും. അപ്പോൾ ഗജത്തണ്ണ നേരെ നടന്നങ്ങ് പോയി കേട്ടോ. അപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴാണ് പുള്ളി അറിഞ്ഞത് നമ്മളാരും കൂടെ ഇല്ലായിരുന്നു എന്നുള്ളത്. അങ്ങനെ നമ്മൾ ദുബായ് ഡൈനോയെ കാണാൻ വേണ്ടി വന്നിരിക്കുകയാണ്. അടുത്തൊരു അത്ഭുതമാണ് കേട്ടോ ദുബായിൽ ഡൈനോസർ. എനിക്ക് കുറച്ചൊക്കെ സംശയം ഉണ്ടായിരുന്നു ഈ ഡൈനോസർ എന്ന് പറയുന്ന സംഭവം അതൊരു നമ്മുടെ ഒരു തോട്ടാണ്, ചിന്തയാണോ, അങ്ങനെ ഒരു സാധനം റിയലായിട്ട് ഉണ്ടായിരുന്നോ എന്ന്. ഇങ്ങനൊരു സാധനം ഉണ്ടായിരുന്നു ഗൈസ്. ഒരു ഭീമാകാരനായ ഡൈനോസർ, ഒരെണ്ണമല്ല, ഭീമാകാരനായ ഡൈനോസേഴ്സ് ഈ ലോകം വാഴുന്നൊരു കാലം ഉണ്ടായിരുന്നു. അത് സിനിമയിൽ മാത്രമായിരുന്നില്ല കേട്ടോ. അപ്പോൾ ഈ കാണുന്ന ഡൈനോസർ എന്ന് പറയുന്നത് ഒറിജിനൽ ഡൈനോസറിൻ്റെ സ്കെൽറ്റനാണ് ഇനി വെച്ചിരിക്കുന്നത്. ഇത് പ്ലാസ്റ്റർ പാരീസോ സംഭവങ്ങളിലോ ഒന്നും ചെയ്തിരിക്കുന്നതല്ല. ഇത് ഒറിജിനലായിട്ടുണ്ടായിരുന്ന എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് അതിൻ്റെ ഡീറ്റെയിലിംഗ് കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരാം കേട്ടോ. ജീവിച്ചിരുന്ന ഒരു ഡൈനോസറിൻ്റെ ഒറിജിനൽ സ്കെൽറ്റനാണ് വെച്ചിരിക്കുന്നത്. അപ്പം നമ്മളിത് സെക്കൻഡ് ഫ്ലോറിൽ നിന്നാണ് കാണുന്നത്. ഇതിൻ്റെ ഒരു വാല് മുതൽ തലവരെ ഭാഗം എന്ന് പറയുന്നത്, അതായത് ദുബായ് മോളിൻ്റെ ഒരു 3 നില പൊക്കത്തിലുണ്ട് ഇതിൻ്റെ സ്കെൽറ്റൺ. അപ്പം നമ്മളൊന്ന് ആലോചിച്ച് നോക്കി, ആഹാ എന്തൊരു മനോഹരമായ മുഖമല്ലേ. അപ്പോൾ 3 നില പൊക്കത്തിലുണ്ട്. അപ്പോൾ ഇതിൻ്റെ സ്കെൽറ്റൺ മാത്രം ഇത്ര ഉണ്ടെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കി, അതിൻ്റെ ആ ഒരു ബോഡിയും കാര്യങ്ങളും എല്ലാം കൂടെ വരുമ്പോൾ ഇതിന് എന്തുമാത്രം ഹൈറ്റ് ഉണ്ടായിരിക്കുന്നു. ഇന്നത്തെ കാലത്ത് ഇതങ്ങാനൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ നമ്മൾ മനുഷ്യരൊക്കെ എപ്പോൾ തീർന്നെന്ന് ചോദിച്ചാൽ മതി. കാരണം അതിനൊന്ന് ടേസ്റ്റ് ചെയ്യുമ്പോഴുള്ള സംഭവങ്ങളില്ല നമ്മൾ, കാരണം അതിൻ്റെ ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട്. അപ്പോൾ ദുബായ് ഡൈനോയുടെ ഡീറ്റെയിൽ നമുക്ക് വായിച്ച് നോക്കാം. നമ്മൾ 3 പേരോട് അവിടെ ഡൈനോസറിനെയൊക്കെ കണ്ടുകൊണ്ട് നിന്നപ്പോഴത്തേക്ക് എൻ്റെ ഭർത്താവിനെ കാണാതെ പോയി ഗൈസ്.
നമ്മൾ വാഷ്റൂമിൽ പോയിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ വന്നാൽ, പക്ഷേ പുള്ളി ഏതോ വഴിക്ക് പോയി. അതാണ് ഞാൻ പറഞ്ഞത്, ദുബായ് മോളിനകത്ത് വെച്ച് ഒരാളെ കാണാതെ പോകുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അയാളെ കണ്ടുപിടിക്കുക ഭയങ്കര മെനക്കെട്ട പരിപാടിയാണ്. അതുകൊണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കൊച്ചു പിള്ളേർ മാക്സിമം കാണാതെ പോകാതിരിക്കാൻ നമ്മൾ മാക്സിമം ശ്രദ്ധിക്കുക. വലിയ ആൾക്കാർ പോകുമ്പോഴേ എല്ലാവരുടെയും കയ്യിൽ ഫോൺ ഉണ്ടായിരിക്കുക. ഫോൺ ഉണ്ടായിരുന്നാലും നമുക്ക് കണ്ടുപിടിച്ച് തിരിച്ച് വരാനൊക്കെ കുറച്ച് സമയം എടുക്കും. ടെൻഷൻ ആവാതിരിക്കുക. എന്തായാലും ചേട്ടനെ കണ്ടുപിടിക്കാൻ ഞങ്ങളൊരു 1/2 മണിക്കൂർ 3/4 മണിക്കൂറൊക്കെ എടുത്തു. കാരണം എങ്ങോട്ട് തിരിഞ്ഞാലും ഒരുപോലെ ഇരിക്കും ഇതിനകത്ത് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ. അപ്പോൾ നമ്മൾ തൽക്കാലം ദുബായ് മോളിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുകയാണ്. കാരണം നമുക്ക് ഇപ്പം തന്നെ സമയം ഏകദേശം ഒരു 9 മണിയൊക്കെ ആയിട്ടുണ്ടെന്ന് തോന്നുന്നു. 9 മണി 9:30 ആയിട്ടുണ്ട്. അങ്ങനെ കുറേ ടൈം നമുക്ക് അതിനകത്ത് സ്പെൻഡ് ചെയ്തു. എല്ലാം ഒന്നും കാണാനൊന്നും പറ്റത്തില്ല കേട്ടോ, കാരണം 2-3-4 തവണയൊക്കെ ആയിട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് എല്ലാ കാര്യങ്ങളൊക്കെ കാണാൻ പറ്റത്തുള്ളൂ. നമുക്ക് ഇത്രയും മില്യൺസ് ഓഫ് സ്ക്വയർ ഫീറ്റ് കിടക്കുന്ന സംഭവം നമുക്ക് ഒറ്റ ദിവസം കൊണ്ട് അല്ലെങ്കിൽ 2-3 മണിക്കൂറുകൾ കൊണ്ടോ ഒന്നും കാണാൻ വേണ്ടി പറ്റത്തില്ല. അങ്ങനെ നമ്മൾ പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട്. ഇവിടെ രാത്രി ആയി കഴിഞ്ഞാലും അത്യാവശ്യം പകൽ പോലെയൊക്കെ ആയിരിക്കും കേട്ടോ. 8 മണി 9 മണിയൊക്കെ ആയാലും ഇപ്പം അത്യാവശ്യം ലൈറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് നേരം വെളുക്കുകയും ചെയ്യും. ഞാൻ വേറെ ഏതോ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു. അങ്ങനെ നമ്മൾ ദുബായ് മോളിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുകയാണ്. അപ്പോൾ ഫുള്ള് ലൈറ്റിങ് കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ള നമ്മുടെ ദുബായ് മോളിൻ്റെ വിഷ്വൽസും കാര്യങ്ങളൊക്കെ കാണാം. ഇവിടെ ഫുള്ള് MMRൻ്റെ ബിൽഡിംഗ് ആണ് കേട്ടോ. MRൻ്റെ ബിൽഡിംഗ്, MR ആണോ MR ആണോ എന്ന് അറിഞ്ഞൂടെ, MR ആണെന്ന് തോന്നുന്നു. ബുർജ് ഖലീഫ MR പ്രോപ്പർട്ടീസിൻ്റെ അണ്ടറിലുള്ളതാണ് കേട്ടോ. അപ്പോൾ ദുബായ് മോളിൽ ലൈറ്റിങ് കാര്യങ്ങളൊക്കെ വന്നു കഴിയുമ്പോൾ ഞാൻ പറഞ്ഞത് ദുബായ് എക്സ്പ്ലോർ ചെയ്യാൻ എപ്പോഴും നൈറ്റാണ് കേട്ടോ നല്ലത്. കാരണം ഫുൾ ലൈറ്റിങ്ങും കാര്യങ്ങളൊക്കെ വന്നു കഴിയുമ്പോൾ ദുബായ് എന്ന് പറയുന്ന ഒരു മായാലോകം തന്നെയാണ്. പകൽ വന്നു കഴിയുമ്പോൾ പൊതുവേ നല്ല ചൂടാണ്. നമ്മൾ കേരളത്തിലെ ചൂട് എന്ന് വെച്ച് ഒട്ടും എക്സ്പെക്ട് ചെയ്ത് ഞാൻ കേരളത്തിൽ നിന്ന് കഴിഞ്ഞപ്പോൾ ഇവിടെ ദുബായിൽ ചൂട് കാര്യങ്ങളൊക്കെ ആണെന്നൊക്കെ പറയുമ്പോൾ നമ്മൾ വിചാരിക്കും കേരളത്തിലൊക്കെ ജീവിച്ച് അത്രയും കേരളത്തിലെ ചൂടിലൊക്കെ ജീവിക്കുന്ന നമുക്കൊക്കെ എന്ത് ദുബായിലെ ചൂടെന്നൊക്കെ വിചാരിക്കും. പക്ഷേ ദുബായിലെ അതായത് UAE ചൂടെന്ന് പറയുന്നത് നമ്മുടെ കേരളത്തിലെ ചൂടിൻ്റെ ഒരു ഡബിളാണ്. ഒത്തിരി നടന്നു നിന്നുമൊക്കെ നമ്മൾ നല്ലപോലെ ക്ഷീണിച്ചു കേട്ടോ. അല്ലെങ്കിൽ ബുർജ് ഖലീഫയിൽ ലൈറ്റ് വന്നതിന് ശേഷം ഒന്ന് കാണണമെന്നുണ്ടായിരുന്നു. നമ്മുടെ വാട്ടർ ഫൗണ്ടനും കാര്യങ്ങളൊക്കെ ഇപ്പോൾ അവിടെ നിന്ന് മെയിൻ്റെനൻസ് നടക്കുന്നതുകൊണ്ട് അത് ക്ലോസ് ചെയ്തിരിക്കുക കേട്ടോ. കണ്ടോ, മേഘങ്ങളുടെയും ഒക്കെ കീറി പൊളിച്ച് മുകളോട്ടുണ്ട് ബുർജ് ഖലീഫ. അപ്പോൾ അതിൻ്റെ ഒരു ഹൈറ്റും കാര്യങ്ങളൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കും. നമ്മൾ ആ ഫ്ലൈറ്റൊക്കെ പോകുന്ന ആ ഒരു ഹൈറ്റിലുണ്ട്. അതിനകത്ത് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ താഴത്തെ ഈ ദുബായ് ഫുള്ള് കാണാനായിട്ട് പറ്റും. നമുക്ക് ഏതെങ്കിലും ഭാവിയിൽ ഒന്ന് കാണണമെന്നുണ്ട്. ഇപ്പം എന്തായാലും നമുക്ക് ടിക്കറ്റ് റേറ്റും കാര്യങ്ങളൊക്കെ നല്ല ഹൈ ആയതുകൊണ്ട് ഇപ്പം നമ്മൾ അതിനൊന്നും തൽക്കാലം നിൽക്കുന്നില്ല. അങ്ങനെ ചില സമയത്ത് ഇതിന് ഓഫേഴ്സും കാര്യങ്ങളൊക്കെ വരുന്നുണ്ടെന്ന് ചേച്ചിയൊക്കെ പറഞ്ഞേക്കാം കേട്ടോ. അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഓഫറും കാര്യങ്ങളൊക്കെ വരുമ്പോൾ നമുക്ക് അതിനകത്തൊന്ന് കയറാം. മോളിൽ നിന്ന് സിറ്റി ഫുള്ള് കാണാം, അതേ ഉള്ളൂ. അല്ലാതെ വലിയ പ്രത്യേകിച്ച് വേറെ കാര്യങ്ങളൊന്നുമില്ല. അങ്ങനെ നമ്മൾ ദുബായ് മോളൊക്കെ കണ്ട് ഹാപ്പി ആയിട്ട് വീട്ടിലേക്ക് പോവാണ്. ഇന്നത്തെ വ്ളോഗ് നമ്മൾ തൽക്കാലം ഇവിടെ വെച്ച് നിർത്തുകയാണ്. ദുബായിലെ കൂടുതൽ വിശേഷങ്ങളും കൂടുതൽ ദുബായ് കാഴ്ചകളും ഒക്കെ ആയിട്ട് നമുക്ക് നാളെ അടുത്ത വ്ളോഗ് കാണാം. അതുവരെ എല്ലാവരും സേഫ് ആയിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക. ടിൽ ദെൻ ടേക്ക് കെയർ, ബൈ ബൈ. അപ്പോൾ മറക്കാതെ നമ്മുടെ ചാനൽ ഇഷ്ടപ്പെട്ടവരൊക്കെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ കാണാം. ടാറ്റാ, ബൈ ബൈ, സീ യു.